2025 ആരംഭം മുതൽ തന്നെ ബ്രില്യൻ സ്റ്റഡി സെന്റർ വിജയത്തിന്റെ പടവുകൾ വീണ്ടും വീണ്ടും കയറുകയാണ്. ജെയ് ഫസ്റ്റ് സെഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ ആദ്യ 10 ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ തിമോത്തി ഫിലിപ്പ് 99.7% സ്കോറോടെ ബി പ്ലാനിങ്ങിൽ കേരള ടോപ്പറായി മാറിയിരിക്കുകയാണ്. വായനയുടെയും വരയുടെയും സംഗീതത്തിൻ്റെയും കൂട്ടുകാരനായ തിമോത്തി ഫിലിപ്പ്. ഹലോ, എൻ്റെ പേര് ടിമോത്തി ഫിലിപ്പ് എന്നാണ്. ഞാൻ ബ്രില്യൻറ്റിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലെ ക്ലാസ് 12 വിദ്യാർത്ഥിയാണ്. സീക്രട്ട് ഹാർട്ട് പബ്ലിക് സ്കൂൾ കിളിമലയിലാണ് പഠിക്കുന്നത്. എനിക്ക് ഈ വർഷം ജെയ് മെയിൻ പേപ്പർ 2Bയിൽ കേരള ടോപ്പർ ആകാൻ സാധിച്ചു. എനിക്ക് കൊച്ചിലെ തൊട്ട് ഡ്രോയിങ്ങിലും ഇങ്ങനെ ക്രിയേറ്റീവ് ഫീൽഡ്സിലും താല്പര്യമുള്ളതാണ്. അതുമാത്രമല്ല, എനിക്ക് പിന്നീട് സോഷ്യൽ സ്റ്റഡീസ് സംബന്ധിച്ച ഫീൽഡ്സിലും എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് സോഷ്യൽ സ്റ്റഡീസിലും എനിക്ക് നല്ല മാർക്ക് കിട്ടിയതോടെ ഞാൻ ആ ഫീൽഡ്സിലേക്ക് പോകാൻ നോക്കി. പക്ഷെ അധികം കരിയർ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നീട് സയൻസ് ഫീൽഡ്സിലേക്കാണ് നോട്ടം വെച്ചത്. നോക്കി വന്നപ്പോഴത്തേക്കും അർബൻ പ്ലാനിങ് എന്നൊരു ഫീൽഡിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. അപ്പോഴാണ് അതിൻ്റെ കൂടെ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങിനും കുറച്ച് അറിയാൻ സാധിച്ചത്. ബ്രില്യൻറ്റിൽ ചേർന്നതോടെ എനിക്ക് വളരെ നന്നായിട്ട് എൻ്റെ മാത്സിലും ബാക്കി സബ്ജക്ട്സിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെ എനിക്ക് ഈ വർഷം കേരള ടോപ്പറാകാൻ സാധിച്ചു. എനിക്ക് എൻ്റെ ഫ്രീ ടൈമിൽ കീബോർഡ് വായിക്കുന്നതും വരയ്ക്കുന്നതും ജസ്റ്റ് ഇൻ ജനറൽ എൻ്റെ ഫാമിലിയായിട്ട് സമയം ചെലവഴിക്കുന്നതും വളരെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഫ്രീ ടൈം ചെലവഴിക്കുന്നതും. അതൊക്കെയാണ് എൻ്റെ ഹോബീസ്. എൻ്റെ പേര് ഡോക്ടർ സുജിത് ഫിലിപ്പ്. ഞാൻ ഗ്യാസ്ട്രോ സർജനായിട്ട് ബിലീവേഴ്സ് ഹോസ്പിറ്റൽ തിരുവല്ലയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ വൈഫ് അന്നു ഫിലിപ്പ്. അന്നു ഒരു പേഴ്സണൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ മൂത്ത മകൻ തിമോത്തി ഫിലിപ്പ്. തിമോത്തി 12th സ്റ്റാൻഡേർഡ് CBSE പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇളയ മകൻ കേലബ് ഫിലിപ്പ്. കേലബ് 3rd സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. തിമോത്തി 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷനായിരുന്നു. എല്ലാവരും യൂഷ്വലി മെഡിസിൻ അല്ല എൻജിനീയറിംഗ് ആണ് എടുക്കുന്നത്. ഞാനൊരു ഡോക്ടർ ആയിരുന്നുകൊണ്ടും എൻ്റെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ടും മെഡിസിൻ എടുക്കില്ലെന്ന് തിമോത്തി കൊച്ചിലായിട്ട് തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു. അടുത്ത സ്റ്റെപ്പ് എൻജിനീയറിംഗ് ആയിരുന്നു. എൻജിനീയറിംഗ് പല കാരണത്താൽ, ഒന്ന് AI മുന്നോട്ട് വരുന്നു. തിമോത്തിക്ക് മാത്സ് അത്രയും വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ സോഷ്യൽ സയൻസ് അവന് വളരെ താല്പര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏത് സബ്ജക്റ്റ് നമ്മൾ എടുക്കണമെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. സോഷ്യൽ സയൻസിന് അവന് 10th നല്ല മാർക്കുണ്ടായിരുന്നു. മാത്രമല്ല കൊച്ചിലായിട്ട് അവന് നാഷണൽ ജിയോഗ്രഫി ഒളിമ്പ്യാഡ് പറഞ്ഞ ഒളിമ്പ്യാഡ്സിലെല്ലാം അവന് ഇന്ത്യ ലെവലിൽ അവന് നല്ല പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. ഈ കാരണങ്ങളാണ് നമ്മളൊരു ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകാമെന്ന് കരുതിയത്. എന്നാൽ ടോട്ടലായിട്ട് ഒരു ആർട്സിലേക്ക് പോകാൻ താല്പര്യം ഇല്ലായിരുന്നു. അങ്ങനെ പോയാൽ എങ്ങനെ കരിയർ ഓപ്ഷൻ വരുമെന്ന് ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ബ്രില്യൻറ്റിനെ കുറിച്ച് അറിയാനും ബ്രില്യൻറ്റിൻ്റെ എൻട്രൻസ് എക്സാം എഴുതി അതിൽ തിമോത്തിക്ക് കുഴപ്പമില്ലാത്തൊരു റാങ്ക് കിട്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ബ്രില്യൻറ്റിൽ SH ക്ലിമിലയിൽ ജോയിൻ ചെയ്യാനും കോഴ്സസിൽ ജോയിൻ ചെയ്യാനും തുടങ്ങിയത്. ബ്രില്യൻറ്റ് പഠിച്ചത് അവൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തു. എൻ്റെ കോളേജിലൊരു ഹോസ്പിറ്റലിലൊരു ജോക്ക് ഉണ്ടായിരുന്നു. അതായത് എനിക്കെൻ്റെ മോനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല എന്താ അവിടെ നടക്കുന്നതുള്ളൂ. കൂടുതലും ബ്രില്യൻറ്റിലെ സാറുമാരാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമ്മൾ അവരെ കാര്യം ഏൽപ്പിച്ച് അവർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ അറിയിക്കാറുണ്ട്. ഇതൊക്കെയാണ് മോനിപ്പോൾ പഠിക്കുന്നത്. മാത്രമല്ല റിസൾട്ട്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അറിയാൻ കഴിയുന്നത് മോൻ്റെ പ്രോഗ്രസ് അറിയാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്തു. എസ്പെഷ്യലി ഞങ്ങൾ ഈ ഒരു കോഴ്സ് ബി പ്ലാനിങ്ങിൽ എടുക്കുമ്പോഴത്തേക്ക് മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആപ്റ്റിറ്റ്യൂഡിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മാത്സിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നു. അങ്ങനെ വന്നിട്ടാണ് ഞങ്ങൾ JEE Part 1 Part 2 ഉണ്ട്. Part 2 കൂടുതൽ ശ്രദ്ധിക്കുവാനും നല്ലതായിട്ട് പെർഫോം ചെയ്യാനും ബൈ ഗോഡ്സ് ഗ്രേസ് പറ്റിയത്. അതിന് ബ്രില്യൻറ്റ് ആക്ച്വലി വളരെ വലിയ റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സും വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. ഈ 2 ആൾക്കാരും ഞങ്ങൾ വളരെ കടപ്പെട്ടിരിക്കുന്നു. തിമോത്തിനെ പറ്റി പറയുവാണെങ്കിലും കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ കുഞ്ഞിലേ തൊട്ട് തിമോത്തിക്ക് വായനയിൽ ഭയങ്കര താല്പര്യമുള്ളൊരു കുഞ്ഞായിരുന്നു. കുഞ്ഞ ക്ലാസ് തൊട്ടേ അവൻ നന്നായിട്ട് വായിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. ഞങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ട്, 1ാം ക്ലാസ് 2ാം ക്ലാസ് തൊട്ടേ അവൻ പത്രമൊക്കെ എടുത്ത് വെറുതെ ഇരുന്നങ്ങ് വായിക്കാൻ തുടങ്ങും, ഞങ്ങൾ പറയാതെ തന്നെ. അപ്പോൾ അപ്പോൾ തന്നെ അവന് വായന എന്ന് പറയുന്നത് വലിയൊരു ശീലമായിരുന്നു. അതുപോലെ തന്നെ അവന് ലോകപരമായ കാര്യങ്ങളും കുറച്ച് നല്ല GK അവയർനെസ് നന്നായിട്ട് ഉണ്ടായിരുന്നു.
അത്യാവശ്യം കീബോർഡൊക്കെ വായിക്കും. അങ്ങനെ അവന് പൊതുവേ കുഞ്ഞിലേ തൊട്ടൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആയിരുന്നു അവൻ്റെ. അതുപോലെ തന്നെ അവന് ഇങ്ങനെ ഒരു ഇന്നൊരു കാര്യം എനിക്ക് ദൃഢമായിട്ട് വേണമെന്ന് ഞങ്ങളോട് ഒരിക്കലും ശാഠ്യം പിടിച്ച് ഞങ്ങളോട് ചോദിച്ചിട്ടുമില്ല, ആവശ്യപ്പെട്ടിട്ടുമില്ല. അവൻ്റെ പ്രായത്തിലുള്ള പല പിള്ളേരുമായിട്ട് ഞങ്ങൾ നോക്കുമ്പം അവനിത് വേണം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഒരിക്കലും ഞങ്ങളോട് അങ്ങനെ ശാഠ്യം പിടിച്ച് പറഞ്ഞിട്ടില്ല. അവൻ എന്താണോ അവസ്ഥ നമ്മുടെ വീട്ടിൽ അതുപോലെ തന്നെ അവൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നൊരു കുട്ടിയായിരുന്നു എപ്പോഴും. ഒക്കെയാണ് ഞങ്ങൾക്ക് തിമോത്തിനെ പറ്റിയുള്ള നല്ല ഓർമ്മകൾ. 2025 ജെയ്മെയിൻ പേപ്പർ 2B അതായത് ബി പ്ലാനിങ്ങിന് കേരള ടോപ്പറായ തിമോത്തി ഫിലിപ്പിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറച്ച് വിശേഷങ്ങൾ നമ്മൾ ഓൾറെഡി അറിഞ്ഞു, ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ഹായ് ഹായ് തിമോത്തി, സുഖമല്ലേ? യെസ്, ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാനിപ്പോൾ സേക്രഡ് ഹാർട്ട് കിളിമലയിലാണ്. സേക്രഡ് ഹാർട്ട് കിളിമലയിലാണ്. അപ്പോൾ ബ്രില്യൻ്റെ സ്കൂൾ ഗോയിങ് ബാച്ചിലായിരുന്നു. അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രില്യൻ്റെ അനുഭവമൊക്കെ? നല്ല സ്മൂത്ത് അനുഭവം തന്നെയായിരുന്നു. കുറേ പഠിക്കാനുണ്ടെങ്കിലും അവരെല്ലാത്തിനും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും അവർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ ബി പ്ലാനിങ്ങിലേക്ക് എങ്ങനെയാണ് വന്നത്? ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ഓൾറെഡി നമുക്ക് പപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാലും തിമോത്തിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ബി പ്ലാനിങ്ങിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഈ ബി പ്ലാനിങ്, അതായത് ബി ടെക്, മെഡിസിൻ ഇതൊന്നും ഇല്ലാണ്ട് ബി പ്ലാനിങ് സെപ്പറേറ്റ് ഫോക്കസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം? എനിക്ക് ഓൾറെഡി ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അറിയാത്തിടത്തോളം അധികം ആൾക്കാർ ഈ ഫീൽഡ് നോക്കാറുമില്ല. അപ്പോൾ ഈ ഫീൽഡ് എനിക്ക് എക്സൽ ചെയ്യാനൊരു നല്ലൊരു ചാൻസും ഉണ്ട്. അത് മാത്രമല്ല 10ാം ക്ലാസ്സിൽ നല്ല സോഷ്യൽ സ്റ്റഡീസ് മാർക്കും കിട്ടിയായിരുന്നു. എനിക്ക് സോഷ്യൽ സ്റ്റഡീസിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ നോക്കിയപ്പോഴത്തേക്കും ബി പ്ലാനിങ് ആണെങ്കിൽ സോഷ്യൽ സയൻസും എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറിൻ്റെയും ഒരു കോമ്പിനേഷൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എനിക്കൊരു ഈ ഒരു ഫീൽഡ് ഇൻട്രസ്റ്റും ഉണ്ട്. അത് നല്ലൊരു ഫീലായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല സന്തോഷം തോന്നുന്നില്ലേ ഇപ്പോൾ? എന്താണ് ഇപ്പോൾ, അതായത് ഇങ്ങനൊരു സാധനം, അതായത് കേരള ടോപ്പർ ആകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായിരുന്നു പെർസെൻറ്റേജ് സ്കോർ? എത്രയായിരുന്നു? 99.7% ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്, എന്താ ഫീൽ ചെയ്യുന്നത് കേരള ടോപ്പർ ആയാൽ? ആദ്യം ഞാൻ ഈ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ഒന്നും ഫീലിങ്സ് ഇല്ലായിരുന്നു. ഞാൻ ആ ന്യൂസ് പ്രോസസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരും കൺഗ്രാറ്റ്സ് ഒക്കെ അയക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കൊരു റിയലൈസേഷൻ വന്നു. റിയാലിറ്റിയിലേക്ക് വരാൻ കുറച്ച് സമയം എടുത്തു. എൻ്റെ പോയിന്റ്, ഞാൻ ശരിക്കും കേരള ടോപ്പർ ഞാനതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു പരിപാടിയായിരുന്നു അല്ലേ? ഏത് സബ്ജക്റ്റ് ആയിരുന്നു കൂടുതൽ പാടായിട്ട് തോന്നിയിരുന്നത്? മാത്സ് തന്നെയായിരുന്നു. എനിക്ക് മാത്സ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി പാടായിട്ട് തോന്നുന്നത്. എക്സാമിനും പാട് മാത്സ് ആയിരുന്നു. അതെ അതെ, കമ്പാരിറ്റീവ്ലി ടഫർ പേപ്പർ മാത്സ് ആയിരുന്നു. യെസ്, മാത്സ് എൻ്റെ ഒരു വീക്കർ സബ്ജക്റ്റ് തന്നെയാണ്. ബ്രില്യൻ്റ് വന്നത് ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തന്നെ ആണ്. മാത്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ബ്രില്യൻ്റിലെ ക്ലാസ്സസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ഡൗട്ട്സ് അവർ ക്ലിയർ ചെയ്യുമായിരുന്നു. ഇവരുടെ വർക്ക് ബുക്കും ഇവർ തരുന്ന ക്വസ്റ്റ്യൻസും എല്ലാം ഇങ്ങനെ സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമായിരുന്നു. പിന്നെ ഈ അവസാനം എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എക്സാംസ് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? യെസ്, മോക്ക് ടെസ്റ്റിന്റെ പാറ്റേൺ ഒക്കെ ഏകദേശം സെയിം പാറ്റേൺ ഒക്കെ തന്നെയായിരുന്നു. ആ ഒരു ഫീലൊക്കെ കിട്ടി. എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധാരണയില്ലായിരുന്നു എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ചോദിക്കാൻ പോകുന്നത്. മോക്ക് ടെസ്റ്റിലുള്ള ഒരു സെയിം പാറ്റേണും ആ ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഒരു എത്ര ഒരു ക്വസ്റ്റ്യൻ എത്ര സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഒരു മോക്ക് ടെസ്റ്റിലൂടെ ഒരു ഐഡിയ കിട്ടി. മാത്തമാറ്റിക്സ് അല്ലാണ്ട് ബാക്കി സബ്ജക്ട്സ് ബി പ്ലാനിങ്ങിൽ ബാക്കി ടോപ്പിക്സ് ഉള്ളത് ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്, പ്ലാനിങ് സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്ലാനിങ് സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം സോഷ്യൽ സ്റ്റഡീസ് തന്നെയാണ്. ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ അത് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, ആപ്റ്റിറ്റ്യൂഡ് അല്ലേ അത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അത് പ്രശ്നങ്ങളൊന്നും. അപ്പോൾ ഈ മെൻറ്ററിങ് സംവിധാനമൊക്കെ എങ്ങനെയായിരുന്നു? ക്ലാസ് മെൻറ്റേഴ്സ് നിങ്ങൾക്ക് അല്ലേ? ക്ലാസ് മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ മെൻറ്റേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. സേക്രഡ് ഹാർട്ട് കിളിമലയിലെ സെൻട്രൽ ഹെഡ് പോൾ സാർ ആയിരുന്നു. എൻ്റെ ക്ലാസ്സിലെ ഹെഡ് സഞ്ജയ് സാർ എന്ന് പറയുന്നത്. രണ്ടുപേരും എപ്പോഴും അവൈലബിൾ ആയിരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും ഒക്കെ എപ്പോഴും അവൈലബിൾ ആയിരുന്നു. ഫ്രണ്ട്ലി ആയിരുന്നു. ഏതായിരുന്നു സിലബസ്? ഏതായിരുന്നു? ICSE, CBSE ആയിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, എന്ത് പ്രശ്നം ഉണ്ടായാലും, നമ്മുടെ മെൻ്റൽ പ്രശ്നമായാലും സ്റ്റഡീസിൽ പ്രശ്നമായാലും അത് അവരെ കോൺടാക്ട് ചെയ്ത് അവർ എപ്പോഴും റെഡിയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും. നമ്മുടെ മെൻ്റലി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്ത് പഠനമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓടിയെത്താൻ അവരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പേരൻസുമായിട്ടുള്ള മെൻറ്റേഴ്സിൻ്റെ ഇൻട്രാക്ഷൻസും കാര്യങ്ങളും എല്ലാം. അതെ, അവരെൻ്റെ പേരൻസുമായിട്ട്
നല്ല കറസ്പോണ്ടൻസ് ചെയ്യുന്നു. അവർ നല്ല കമ്മ്യൂണിക്കേഷൻ, ഞാൻ എങ്ങനെ പഠിത്തത്തിലുണ്ടായിരുന്നു, അതിലൂടെ പേരൻസിനെ എന്നെ വീട്ടിൽ വെച്ച് മോണിറ്ററിങ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്താണ് പ്ലാൻ എന്താ ഇനി ഈ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും? ബി ആർക്കും ബി പ്ലാനിങ്ങും നോക്കുന്നുണ്ടോ? അതെ, നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ സ്കോറൊക്കെ വെച്ചിട്ട് ഇന്ന കോളേജിലാണ് ഒരു പ്രിഫറൻസ് അങ്ങനെ വെച്ചിട്ടുണ്ടോ മനസ്സിൽ? ഇന്ന കോളേജ്, നമുക്കൊരു ആഗ്രഹം കാണുമല്ലോ, എത്രയൊക്കെ ആയാലും നമ്മുടെ ഒരു ഡ്രീം കോളേജ് എന്ന് പറയുന്നൊരു സാധനം കാണുമല്ലോ, അങ്ങനെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ? അർബൻ പ്ലാനിങ്ങിൽ ഇന്ത്യയുടെ ടോപ്പ് കോളേജ് എന്ന് പറയുന്ന സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ, അത് ഡൽഹിയിലാണ്. അതിന് NIRF റാങ്ക് ഒരു 4 വരും. അതാണ് ഇന്ത്യയുടെ ടോപ്പ്. ഈ ഒരു പെർസെൻറ്റേജ് സ്കോർ വെച്ച് അവിടെ കിട്ടാനൊരു ചാൻസ് ഉണ്ട്. അവരവരുടെ കട്ട് ഓഫ് ഇത് മാർച്ച് ആയിട്ടുള്ളല്ലോ, അവരുടെ കട്ട് ഓഫ് റിലീസ് ചെയ്തിട്ടില്ല, പക്ഷെ കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്, ചാൻസും ഉണ്ട്. അതായത് ബ്രില്യൻറ്റിൽ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ടെസ്റ്റ് സീരീസുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തെന്ന് പിള്ളേർ പറഞ്ഞ് കേൾക്കാറുണ്ട്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ അനുഭവം എന്ന് പറയുന്നത്? അതായത് ആദ്യം എങ്ങനെയായിരുന്നു മാർക്ക്, പിന്നീട് ഗ്രാജുവലി എന്താണ് സംഭവിച്ചത്? ഇത് ഭയങ്കരമായിട്ട് ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്, എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യം എനിക്ക് ഏകദേശം ഒരു സെയിംസ് പറയാം. ആദ്യം എനിക്കൊരു 50s-ലും 60s-ലും JEE മെയിൻ്റെ അല്ല സ്കോറും കിട്ടിയത്, മാർക്കും കിട്ടിയത്. പിന്നെ ബ്രില്യൻറ്റിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, എസ്പെഷ്യലി ഓൺലൈൻ എക്സാംസിൽ ഈ ഒരു ക്വസ്റ്റിന് എത്ര ശതമാനം പിള്ളേർക്ക് കറക്റ്റായിട്ട് കിട്ടി, ഈ ഒരു ക്വസ്റ്റിന് എത്ര ഒരു ആവറേജ് ടൈം എത്ര അറ്റംപ്റ്റ് ചെയ്തതെന്ന് വേഴ്സസ് നമ്മൾ എത്ര ടൈം അറ്റംപ്റ്റ് ചെയ്യുക. അതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഞാൻ ഓരോ ക്വസ്റ്റിനെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ ടൈം എടുക്കുന്ന ടൈമും കുറച്ച് കൊണ്ടുപോകും, കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാക്കി. ചിലപ്പോൾ നമ്മളൊക്കെ കാണും, അയ്യോ ഈ ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചു, പക്ഷെ ഒരു മെജോറിറ്റി ആൾക്കാരും അവർ കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ടോപ്പിക്കിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യും. അങ്ങനെയൊക്കെ ബ്രില്യൻറ്റിൽ വന്നതിന് ശേഷം ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ടെസ്റ്റ് സീരീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിലുണ്ടായ സ്കോറിൻ്റെ ഡിഫറൻസ് ഒന്ന്, അതെങ്ങനെയാണ് ഈ നമ്മുടെ മാർക്കിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ആ ഒരു അഡ്വാൻറ്റേജ് എങ്ങനെ ഉണ്ടായി, അതുകൊണ്ടുള്ള ഗുണം എന്തായിരുന്നു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ടെസ്റ്റ് സീരീസ് നമുക്ക് തന്നെ ഒരു പ്രാക്ടീസ് പോലെയല്ലേ ഈ ഒരു എക്സാം നമ്മളെങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്. ആ ഒരു പ്രാക്ടീസ് കാരണം ചെയ്ത് നല്ലൊരു മാർക്കിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെ ഉണ്ടായിരുന്നു. ഓരോ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒരു ഡീറ്റെയിൽ ഒരു റിപ്പോർട്ടും പോലെ കിട്ടും. ഓരോ ക്വസ്റ്റ്യൻ വൈസ് തന്നെ ഒരു റിപ്പോർട്ട് പോലെ കിട്ടണം. ഈ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയോ ഇല്ലയോ, എത്ര ശതമാനം പിള്ളേർ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി, അതിലൂടെ എല്ലാം നോക്കി എനിക്കൊരു നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് തന്നെയായിരുന്നു. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു ഏകദേശം നമ്മുടെ എക്സാമിന് വന്നിട്ടുള്ളത്? സെയിം പാറ്റേൺ ആയിരുന്നു. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യെസ്. അതായത് നമ്മുടെ മെയിൻ എക്സാമിൻ്റെ അതേ രീതിയിൽ, അതേ അറ്റ്മോസ്ഫിയറിലേക്കുള്ള രീതിയിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്? ഈ JEE പ്ലാനിങ്ങും അത് ഓൺലൈൻ തന്നെയാണ്. സെയിം സോഫ്റ്റ്വെയർ തന്നെയാണ് ബ്രില്യൻ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആൻസർ മാർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ആൻസർ മാർക്ക് ഫോർ റിവ്യൂ, ആൻസർ നോട്ട് ആൻസർഡ്, അതെല്ലാം ഞാനാണെങ്കിൽ കുറച്ച് അതിശയിച്ച് പോയി. കാരണം സെയിം സോഫ്റ്റ്വെയർ ആണ് ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ എക്സാം ലഭിക്കുന്നത്. അത് മാത്രമല്ല എക്സാക്റ്റ് സെയിം പാറ്റേൺ ആണ് ആപ്റ്റിറ്റ്യൂഡിലും പ്ലാനിങ്ങിലും ചോദിച്ചത്. ആപ്റ്റിറ്റ്യൂഡ് ഞാനാണെങ്കിൽ ആ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഞാൻ ബ്രില്യൻറ്റിൽ തന്നെ ഏകദേശം കണ്ട ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് തന്നെയാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്ത അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ എക്സാമിന് വരുന്ന സിമിലർ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും പാനിക് ആകാൻ അവിടെ എക്സാം ഹോളിൽ ഇല്ലായിരുന്നു. എല്ലാം കുറച്ചുകൂടി എവിഡൻ്റ് ആയിരുന്നു ഓൾറെഡി. ഫൈൻ. എന്തായിരുന്നു സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരുപാട് പേര് ഇത് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിപ്പുണ്ടാവും. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഞാനാണെങ്കിൽ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ, ക്ലാസ്സൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ക്ഷീണിച്ചായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ആ ക്ലാസ്സിൽ വെച്ച് എന്താ പഠിച്ചത് റിവിഷൻ പോലെ രാവിലെ ആയിരുന്നു ഞാൻ കുറച്ചും കൂടെ പുതിയ ടോപ്പിക്സ് ചെയ്യുന്നതും വർക്ക് ബുക്കൊക്കെ സോൾവ് ചെയ്യുന്നതും. പ്ലാനിങ്ങിനൊക്കെ ഞാൻ പഠിച്ചത് ആക്ച്വലി ഡിസംബർ ജാനുവരി ഒരു സമയമായപ്പോഴാണ് ബ്രില്യൻ്റെ മോഡൽ എക്സാമിനൊക്കെ വേണ്ടി ഞാൻ പ്ലാനിങ്ങിൻ്റെ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഓൺലൈൻ നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് കിട്ടും. അത് മാത്രമല്ല ബ്രില്യൻ്റെ മോക്ക് എക്സാമിൽ നടന്ന സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനൊന്നും കൂടെ റിവ്യൂ ചെയ്ത് നോക്കുമായിരുന്നു. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ജേണി എന്ന് പറയുന്നത്. അതെ. എല്ലാ ദിവസം കുറേ ഇരുന്ന് പഠിക്കത്തില്ലായിരുന്നു. എല്ലാ ദിവസവും എനിക്ക് പറ്റുന്ന അത്ര ഒരു 4 മണിക്കൂർ കൂടിപ്പോയ 5 മണിക്കൂർ ഞാൻ എയിം ചെയ്യും. അതെ, ബേൺഡ് ഔട്ട് ആവാതെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ്. എന്താണ് ഇനി ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി എഴുതാൻ പോകുന്നത്? അതായത് phase 2 എഴുതാൻ പോകുന്നവരും ഇനി അങ്ങോട്ട് എഴുതാൻ പോകുന്നവരുമായിട്ടുള്ള ഒരുപാട് പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്താ പറയാനുള്ളത്? അവർക്ക് എന്തെങ്കിലും ഗൈഡൻസ് കൊടുക്കാനോ
വെച്ചാൽ നമുക്ക് ഇതുപോലെ മാർക്ക് കിട്ടിയ ആളുകളുടെ പാറ്റേൺ പഠിച്ച രീതിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷനിലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? നിങ്ങൾ എന്ത് പ്രോബ്ലംസിലൂടെ പോയാലും നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ യു വിൽ വർക്ക് ഹാർഡ് ടിൽ യു അച്ചീവ് ഇറ്റ്. അത് നിങ്ങൾ ആ ഡ്രീമിൽ ഫോക്കസ് ചെയ്ത് ആ ഡ്രീമിന് വേണ്ടി യു ഡു എവറിത്തിങ് യു ക്യാൻ ടിൽ യു ഗെറ്റ് ദാറ്റ് ഗോൾ. Brilliant Study Center, India's #1 coaching center for NEET and JEE.